നമസ്കാരം. +1 എല്ലാ ചാപ്റ്ററുകളും വീട്ടിലിരുന്ന് പഠിച്ച് A+ വാങ്ങാൻ നിങ്ങളെ സഹായിക്കുന്ന മല്ലു ഫിസിക്സ് ട്യൂട്ടറിൻ്റെ യൂട്യൂബ് വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ പാർട്ട് 1 ആണ്. അത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ പാർട്ട് 2 നീങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡയമെൻഷൻസിനെ പറ്റിയാണ്. ഡയമെൻഷൻ എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ച ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ, ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നമ്മൾ എത്ര എണ്ണം പഠിച്ചു? നമ്മൾ 7 ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസും ഉണ്ടെന്ന് പഠിച്ചു. അപ്പോൾ നമ്മളത് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു പറഞ്ഞത്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിന് ഡയമെൻഷൻ ഉണ്ട്, സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസിന് ഡയമെൻഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ഉള്ള ക്വാണ്ടിറ്റീസിനെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിന് 7 എണ്ണത്തിനും ഓരോ ഡയമെൻഷൻസ് വെച്ചിട്ടുണ്ട്. ആ ഡയമെൻഷൻസ് ഏതാണ്, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഏതാണ് എന്നുള്ളത് പഠിച്ചിട്ട് നമുക്ക് ഡയമെൻഷൻ എന്താണ് എന്നുള്ളത് പഠിക്കാം. സാധാരണ നമ്മളൊരു കാര്യം എന്താണെന്ന് പഠിച്ചിട്ടാണ് അതിൻ്റെ ഏതാണെന്ന് പഠിക്കുന്നത്. ഇവിടെ നമ്മൾ ഏതാണെന്ന് പഠിച്ചിട്ട് എന്താണെന്ന് പഠിക്കുന്നു. ഓക്കെ, എത്രയുള്ള വ്യത്യാസം. ലെങ്തിൻ്റെ ഡയമെൻഷൻ ആണ്. ലെങ്തിൻ്റെ ഡയമെൻഷൻ ആണ്. ഓക്കെ, ഈ ഡയമെൻഷൻ എന്നെഴുതുമ്പോൾ ഡയമെൻഷൻ ഓഫ് ലെങ്ത് എന്ന് കാണിക്കാനായി നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റ് കൂടെ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ എഴുതിയ ഇതിൻ്റെ മീനിങ് എന്താണ്? ഡയമെൻഷൻസ് ഓഫ് ലെങ്ത് എന്നാണ്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ലെങ്ത് എന്താണ്? ആണ്, ക്യാപിറ്റൽ ആണ് കൊടുക്കേണ്ടത്. അതുപോലെ മാസിൻ്റെ ഡയമെൻഷൻ ആണ്. അതും ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. ഓക്കെ, അടുത്ത ടൈമിൻ്റെ ഡയമെൻഷൻ ആണ്. ടൈമിൻ്റെ ഡയമെൻഷൻ ആണ്. ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ എടുത്ത് വേണം നമ്മൾ ഡയമെൻഷൻ കൊടുക്കാൻ. അടുത്ത കറണ്ട്, ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയമെൻഷൻ ആണ്. കറണ്ടിൻ്റെ സിമ്പിൾ ആണ് എന്നുള്ളത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു കാണും. കറണ്ടിൻ്റെ ഡയമെൻഷനും ആണ്. ഓർ കറണ്ടിന് മാത്രം നമുക്ക് 2 രീതിയിൽ ഡയമെൻഷൻസ് എഴുതാൻ പറ്റും. എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്ന് എഴുതാം. എന്നോ എന്നോ എഴുതാം. ഇതിൽ ഏത് എഴുതിയാലും ശരിയാണ്. അടുത്തത് ടെമ്പറേച്ചറിൻ്റെ ഡയമെൻഷൻ ആണ്. ടെമ്പറേച്ചറിൻ്റെ ഡയമെൻഷൻ ആണ്. അതിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള കെൽവിൻ്റെ ആദ്യത്തെ ലെറ്ററാണ് കൊടുക്കുന്നത്. അടുത്തത് 6ാമത്തെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അതിൻ്റെ ഡയമെൻഷൻ MOL സ്ക്വയർ ബ്രാക്കറ്റ് മോൾ എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ ലൂമിനസ് ഇൻറ്റൻസിറ്റി. അതിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള ക്യാൻഡിലയുടെ സിമ്പിളായിട്ടുള്ള CD എഴുതിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്താലാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ ഡയമെൻഷൻ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, അതിന് ഓരോ ഡയമെൻഷൻസ് ഉണ്ട്. ആ ഡയമെൻഷൻസ് ഏതൊക്കെയാണ് നിങ്ങൾ പഠിക്കണം. 7 എണ്ണം. ലെങ്തിന് L, മാസിന് M, ടൈമിന് T, കറണ്ടിന് I അല്ലെങ്കിൽ A, ടെമ്പറേച്ചറിന് K, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് മോള്, അതേപോലെ ലൂമിനസ് ഇൻറ്റൻസിറ്റിക്ക് CD. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഈ ആദ്യം പറഞ്ഞ 5 എണ്ണം മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരത്തുള്ളൂ. ബാക്കിയുള്ളതൊന്നും യൂസ് ചെയ്യേണ്ടി വരത്തില്ല. ലെങ്ത്, മാസ്, ടൈം, കറണ്ട്, ടെമ്പറേച്ചർ, ഇത്രയും സാധനങ്ങളെ നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ളൂ. എന്നാലും പിന്നെ ഈ 2 എണ്ണം കൂടെ നിങ്ങളങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇനി നമുക്ക് ഡയമെൻഷൻസ് എന്താണ് എന്നുള്ളത് പറയാം. ഡയമെൻഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡയമെൻഷൻസിൻ്റെ ഡെഫിനിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കത് ആദ്യം നോക്കാം. ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഡയമെൻഷൻസ് എഴുതുന്നത് ആർക്കാണ്? ഡയമെൻഷൻസ് എഴുതുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കാണ് എഴുതുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റി എത്ര ടൈപ്പ് ഉണ്ട്? ഫണ്ടമെൻ്റലും ഉണ്ട്, ഡിറൈവ്ഡും ഉണ്ട്. ഓക്കെ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാത്രമേ നമുക്ക് ഡയമെൻഷൻ എഴുതാൻ പറ്റൂ. അതെന്താണ് ഡയമെൻഷൻസ് ചോദിച്ചാൽ അത് ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ദ പവേഴ്സ്. പവർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ A⁻B എന്ന് എഴുതുകയാണെങ്കിൽ ഈ എയെ ബേസ് എന്നും ബിയിനെ പവർ എന്നും വിളിക്കും. പവർ. ഇപ്പോൾ 2⁵ എന്ന് എഴുതിയാൽ 2 ആണ് ബേസ്, 5 ആണ് പവർ. ഈ പവറായിട്ടുള്ള 5നെ നമ്മൾ വേറൊരു പേരിലും വിളിക്കും. അതാണ് എക്സ്പോണൻസ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പവേഴ്സ് ഓർ എക്സ്പോണൻസ് എന്ന് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻസ് എന്താണെന്ന് നോക്കാം. Dimensions of a physical quantity are the powers or exponents to which the base quantities are raised. Base quantities are raised to represent that quantity. അതായത് ഈ ദാറ്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാനായി അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, 2⁵ എന്ന് എഴുതുമ്പോൾ 2 ആണ് ബേസ്. ആ ബേസിൽ കൊടുത്തിരിക്കുന്ന പവർ എത്ര, ആ പവറിനെയാണ് ഡയമെൻഷൻസ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ആയി കാണത്തില്ല, എന്നാലും നമുക്ക് അതിനൊരു എക്സാമ്പിൾ എടുക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് വോളിയമാണ്. വോളിയം. ഓക്കെ,
വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? വോളിയത്തിൻ്റെ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓരോന്നായിട്ട് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നീളം. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു നീളമാണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതും നീളമാണ്. അപ്പോൾ ഇത് 3 നീളമാണ്, അതായത് ഇത് 3 ലെങ്താണ്. അപ്പോൾ വോളിയത്തിൻ്റെ ഡയമെൻഷൻ കിട്ടാനായിട്ട് നമ്മൾ ആദ്യം വോളിയത്തിൻ്റെ ഇക്വേഷൻ എഴുതുക. വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. എന്നിട്ട് ഡയമെൻഷൻസ് ഓഫ് വോളിയം. ഡയമെൻഷൻസ് ഓഫ് വോളിയം എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ഡയമെൻഷൻസ് ഓഫ് വോളിയം ഈസ് റെപ്രസെൻറ്റഡ് ആസ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് വി. അപ്പോൾ വി എന്ന് എഴുതിയിട്ട്, വി എന്ന് പറഞ്ഞാൽ വോളിയത്തിൻ്റെ സിമ്പിളാണ്. ഓക്കെ, അതിനൊരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്താൽ, ഇത് നമ്മൾ എങ്ങനെ വായിക്കണം? ഇത് നമ്മൾ വായിക്കേണ്ടത് ഡയമെൻഷൻസ് ഓഫ് വോളിയം എന്നാണ്. ഓക്കെ, ഡയമെൻഷൻസ് ഓഫ് വോളിയം ഈസ് ഈക്വൽ ടു 10 ശേഷം ഇതിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷനിൽ ആർ എച്ച് എസിലുള്ള എന്തൊക്കെയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇത് 3ൻ്റെയും ഡയമെൻഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ 3ൻ്റെയും ഡയമെൻഷൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് വോളിയത്തിൻ്റെ ഡയമെൻഷൻ കിട്ടും. അതായത് ഇക്വേഷൻ എഴുതുക, ഇക്വേഷൻ്റെ എൽ എച്ച് എസിലെ ഡയമെൻഷൻ ഈക്വൽ ടു ആർ എച്ച് എസിലെ ഡയമെൻഷൻ. എൽ എച്ച് എസിൽ എന്താണുള്ളത്? വോളിയം. അപ്പോൾ എൽ എച്ച് എസിൽ വോളിയത്തിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ടു ഇടുക. ആർ എച്ച് എസിൽ എന്തൊക്കെയാണുള്ളത്? ആദ്യമുള്ളത് ലെങ്ത് ആണ്. അപ്പോൾ ലെങ്തിൻ്റെ ഡയമെൻഷൻ എന്താണ്? ലെങ്തിൻ്റെ ഡയമെൻഷൻ എൽ. നമ്മൾ നേരത്തെ 7 എണ്ണം പഠിച്ചതിൽ ആദ്യം പഠിച്ചതാണ് ലെങ്ത്. ഓക്കെ, അതിൻ്റെ ഡയമെൻഷൻ എൽ. രണ്ടാമത്തെ എന്താണ്? ബ്രെഡ്ത്ത്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് തന്നെയല്ലേ, അപ്പോൾ അതിനും എൽ എന്ന് തന്നെ കൊടുക്കണം. ഓക്കെ, അടുത്ത മൂന്നാമത്തെ എന്താണ്? ഹൈറ്റ്. ഹൈറ്റിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, അപ്പോൾ എൽ. അപ്പോൾ എൽ ഇൻറ്റു എൽ ഇൻറ്റു എൽ. എൽ ഇൻറ്റു എൽ ഇൻറ്റു എൽ എന്താണ്? എൽ ക്യൂബ്. അപ്പോൾ എൽ ക്യൂബ് എന്ന് എഴുതുമ്പോൾ എൽ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം പുറത്ത് ക്യൂബ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ എൽ ക്യൂബ് എന്ന് എഴുതിയിട്ട് പുറത്ത് ബ്രാക്കറ്റ് കൊടുക്കുക. ഇതെങ്ങനെ എഴുതിയാലും ശരി തന്നെയാണ്. അപ്പോൾ ഡയമെൻഷൻസ് ഓഫ് വോളിയം നമുക്ക് എന്തെന്ന് കിട്ടി? ക്യാപിറ്റൽ എൽ റേസ് ടു 3 എന്ന് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഡയമെൻഷൻസ് ഓഫ് വോളിയം എന്ന് പറഞ്ഞാൽ എൽ റേസ് ടു 3 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇവിടുത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് വോളിയം. ഈ വോളിയത്തിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് ആയിട്ടുള്ള ലെങ്ത്, ആ ലെങ്തുമായിട്ട് അതിൻ്റെ പവറായിട്ടുള്ള 3 എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ബേസിനെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്താലാണ് ആ വോളിയം എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ബേസ് അതിൻ്റെ പവർ അല്ലെങ്കിൽ എക്സ്പോണൻറ്റുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അതാണ് എൽ റേസ് ടു 3. ഇതാണ് വോളിയത്തിൻ്റെ ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ഡയമെൻഷൻസ് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം പറഞ്ഞ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ഏതൊക്കെയായിരുന്നു? ലെങ്ത്, മാസ്, ടൈം. അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഡയമെൻഷൻസ്? ലെങ്തിന് എൽ, മാസിന് എം, ടൈമിന് ടി. ഈ 3 എണ്ണം നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എഴുതുമ്പോൾ ചുമ്മാ എഴുതും. ഓക്കെ, ഏതൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം. പക്ഷേ ഇത് ഈ ഓർഡറിൽ എഴുതുന്നത് ആദ്യം മാസ്, രണ്ടാമത് ലെങ്ത്, മൂന്നാമത് ടൈം. അതായത് എം, എൽ, ടി ഈ ഓർഡറിൽ എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? എൽ റേസ് ടു 3 എന്ന് കിട്ടി. ഇവിടെ മാസും ഇല്ല, ടൈമും ഇല്ല. ഓക്കെ, മാസും ഇല്ല, ടൈമും ഇല്ലെങ്കിൽ അതൊക്കെ റേസ് ടു 0 എന്ന് കൊടുക്കുക. ഇല്ലാത്തതിനെല്ലാം റേസ് ടു 0 കൊടുക്കുക. നമുക്കറിയാം എനി നമ്പർ റേസ് ടു 0 ഈസ് ഈക്വൽ ടു 1 ആണെന്നറിയാം. അപ്പോൾ ഇവിടെ എം റേസ് ടു 0 എന്ന് എഴുതിയാൽ എന്താണ്? എം റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു എൽ ക്യൂബ് ഇൻറ്റു ടി റേസ് ടു 0. ടി റേസ് ടു 0യും 1 ആണ്. അപ്പോൾ ഇതും 1 ആണ്. ഓക്കെ, എമ്മിൻ്റെയും ടീൻ്റെയും പവർ 0 ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു എൽ ക്യൂബ് ഇൻറ്റു 1. അപ്പോൾ എൽ ക്യൂബ് തന്നെ കിട്ടും. പക്ഷേ നമ്മൾ ജനറലി എഴുതുന്ന ഒരു ഫോർമാറ്റ് ഇങ്ങനെയാണ്: എം റേസ് ടു, എൽ റേസ് ടു, ടി റേസ് ടു. ഇത് 3 ചുമ്മാതെ ഇതിനകത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിലും കൊടുക്കും, ഇല്ലെങ്കിലും ഇത് ചുമ്മാ ഇട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, 7 എണ്ണം ഉണ്ടായിരുന്നല്ലോ, ആ 7 എണ്ണത്തിൽ ഈ 3 എണ്ണം അല്ലാതെ ബാക്കി 4 എണ്ണം എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് തോന്നുന്നു. അത് നമ്മൾ ജനറലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അത് 4 എണ്ണം എഴുതാറില്ല, ആദ്യത്തെ ഈ 3 എണ്ണം എഴുതും. ഓക്കെ, ഇത് നിങ്ങൾ എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല, എന്തെന്ന് മാത്രം എഴുതിയാലും മതി, എൽ ക്യൂബ് എന്ന് എഴുതിയാലും മതി, ഇതും ഇങ്ങനെ എഴുതിയാലും മതി. ഇനി കുറച്ചുകൂടെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് എഴുതണമെങ്കിൽ എമ്മും ടിയും കൂടെ ചേർത്ത് 0 പവർ കൊടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ വോളിയം ഇസ് ഈക്വൽ ടു എം റേസ് ടു 0, എൽ റേസ് ടു 3, ടി റേസ് ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം: വോളിയം ഹാസ് 0 ഡയമെൻഷൻസ് ഇൻ മാസ്. മാസിൻ്റെ അകത്തുള്ള ഡയമെൻഷൻ എത്രയാണ്? 0. 3 ഡയമെൻഷൻസ് ഇൻ ലെങ്ത്. ലെങ്തിൻ്റെ ഡയമെൻഷൻ എത്ര? 3. 0 ഡയമെൻഷൻസ് ഇൻ ടൈം. ടൈമിൻ്റെ ഡയമെൻഷൻ എത്ര? 0. ഇതാണ്, ഇങ്ങനെ എഴുതിയാൽ ഇത് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ബേസുകളുടെയൊക്കെ പവർ ഇങ്ങനെയാണ് പോകുന്നത്. മാസിന് 0 പവർ, ലെങ്തിന് 3 പവർ, ടൈമിന് 0 പവർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എഴുതിയ ഒരു റെപ്രസെൻറ്റേഷൻ ഇല്ലേ,
ഡയമെൻഷൻ ഓഫ് വോളിയം ഈസ് ഈക്വൽ ടു m⁻0 L3 T0 എന്ന് എഴുതിയ ഈ ഒരു ഇക്വേഷൻ, ആ ഇക്വേഷനാണ് നമ്മൾ ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഡയമെൻഷണൽ ഇക്വേഷൻ. ഈ ഡയമെൻഷണൽ ഇക്വേഷനും ഡയമെൻഷണൽ ഫോർമുലയും ഒന്ന് തന്നെയാണ്. ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാലും ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാലും സെയിം സാധനം. ഓക്കെ, നമുക്കറിയാം ഫോർമുല എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണെന്നറിയാം. ഓക്കെ, ആൻ ഇക്വേഷൻ ഒബ്റ്റൈൻഡ് ബൈ ഇക്വേറ്റിംഗ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് ഇറ്റ്സ് ഡയമെൻഷണൽ ഫോർമുല ഈസ് കോൾഡ് ഡയമെൻഷണൽ ഇക്വേഷൻ. അപ്പോൾ ഒരു ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ, ഇവിടെ ഏതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? വോളിയം. അതിൻ്റെ ഡയമെൻഷൻസ് ഈസ് ഈക്വൽ ടു, ഇക്വേറ്റ് ചെയ്യണം. എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം? വിത്ത് ഇറ്റ്സ് ഡയമെൻഷണൽ ഫോർമുല. അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ആയിട്ടുള്ള m0 L3 T0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഈക്വൽ ടു സൈൻ ഇട്ട് ഇക്വേഷൻ ആക്കി എഴുതുന്നതിനാണ് നമ്മൾ ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് സം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. കുറച്ച് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ഇത് നിങ്ങൾക്ക് എക്സാമിന് ഇതേപോലെ ചോദിക്കും. ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി തന്നിട്ട് അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാൻ ചോദിക്കും. ഓക്കെ, അത് ഒന്നെങ്കിൽ 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് ആയിരിക്കും. അത് അതിൻ്റെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ഡയമെൻഷൻസ് എന്താണ് എന്ന് ഒന്നുകൂടെ നോക്കാം. 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ലെങ്തിന് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യണം. ലെങ്തിന് L, മാസിന് M, ടൈമിന് T, കറണ്ടിന് I അല്ലെങ്കിൽ A, ടെമ്പറേച്ചറിന് K. ഓക്കെ, തൽക്കാലം ഇത്രയും മാത്രം മതി നമുക്ക് ഇത്രയും ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഫസ്റ്റ് പറയുന്നത് ഏരിയ ആണ്. ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഏരിയയുടെ ഇക്വേഷൻ ഏരിയ A ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നുള്ളതാണ് ഏരിയയുടെ ഇക്വേഷൻ. അപ്പോൾ ഡയമെൻഷൻസ് ഓഫ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ എന്ന് എഴുതിയതിന് ശേഷം ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ നമ്മളിതെങ്ങനെ വായിക്കും? ഡയമെൻഷൻസ് ഓഫ് ഏരിയ എന്ന് വായിക്കണം. ഡയമെൻഷൻസ് ഓഫ് ഏരിയ ഈസ് ഈക്വൽ ടു, നമ്മൾ ഡയമെൻഷണൽ ഫോർമുല അല്ലെങ്കിൽ ഇക്വേഷൻ ആണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഈക്വൽ ടു സൈൻ വേണം. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ ഇക്വേഷൻ്റെ ഇടതുവശത്ത് ഡയമെൻഷൻ്റെ സിമ്പൽ കൊടുത്താൽ വലതുവശത്തും ഡയമെൻഷൻ്റെ സിമ്പൽ കൊടുക്കുക. ലെങ്തിൻ്റെ ഡയമെൻഷൻ ഇൻറ്റു ബ്രെഡ്ത്തിൻ്റെ ഡയമെൻഷൻ. ലെങ്തിൻ്റെ ഡയമെൻഷൻ എന്താണ്? L ആണ്. ഓക്കെ, L ഇൻറ്റു ബ്രെഡ്ത്തിൻ്റെ ഡയമെൻഷൻ. ബ്രെഡ്ത്തിൻ്റെ ഡയമെൻഷനും, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വീതി. നീളം ഇൻറ്റു വീതിയാണ്. അപ്പോൾ വീതി എന്ന് പറയുന്നതും മീറ്ററിൽ തന്നെയാണ് അളക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷനും L തന്നെയാണ്, L. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഓരോ സ്റ്റെപ്പിലും ഈ RHSൽ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. LHSൽ എന്തായാലും സ്ക്വയർ ബ്രാക്കറ്റ് വേണം. അപ്പോൾ L ഇൻറ്റു L ചെയ്താൽ എന്ത് കിട്ടും? L⁻² കിട്ടും. L⁻² കിട്ടും. ഓക്കെ, L⁻². ഇതിനെ നമ്മൾ ഡയമെൻഷൻ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി സ്ക്വയർ ബ്രാക്കറ്റ് കൂടെ ഇട്ട് വെച്ച് കൊടുത്താൽ ഇത് കുറച്ച് വൃത്തിയായി. ഇനി എന്താണ് ഇതിൻ്റെ യൂണിറ്റ്? യൂണിറ്റ് ഓഫ് ഏരിയ എന്താണ്? യൂണിറ്റ് ഓഫ് ഏരിയ എന്ന് പറയുന്നത് L² അല്ലേ? L ഇൻറ്റു L. അപ്പോൾ എന്താണ്? L എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, അതിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. L² ആകുമ്പോൾ മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം എഴുതിയാൽ നിങ്ങൾ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഏരിയ എന്ന് ചോദിച്ചാൽ ആദ്യം ഏരിയ കോമ A അതിൻ്റെ ഇക്വേഷൻ എഴുതുക. A ഈസ് ഈക്വൽ ടു L ഇൻറ്റു B എന്ന് എഴുതുക. എന്നിട്ട് ഏരിയയ്ക്ക് ഒരു ഡയമെൻഷൻ ഇട്ട് കൊടുക്കുക. ഈസ് ഈക്വൽ ടു ലെങ്തിൻ്റെ ഡയമെൻഷൻ ഇൻറ്റു ബ്രെഡ്ത്തിൻ്റെ ഡയമെൻഷൻ ഇട്ട് കൊടുക്കുക. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വയ്ക്കുക. ഇനി ഇത് കുറച്ചുകൂടെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞതുപോലെ എമ്മും ടിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എങ്ങനെ എഴുതാം? m⁻0 L⁻², T⁻0. ഇവിടെ എമ്മും ടിക്കും ഡയമെൻഷൻ ഇല്ലാത്തത് കൊണ്ട് അതിന് രണ്ടിനും പവർ 0 കൊടുക്കുക. നമ്പർ റേസ് ടു 0 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഇതിന് സ്ക്വയർ ബ്രാക്കറ്റോട് ഇട്ട് കൊടുത്താൽ കൊള്ളാം, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അടുത്ത രണ്ടാമത്തെ നമ്മൾ പഠിക്കുന്നത് വോളിയമാണ്. വോളിയം നമ്മൾ ഒരു തവണ ചെയ്തതാണ്, എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ചെയ്യാം. വോളിയം V ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്താണ്? വോളിയം V ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നുള്ളതാണ് വോളിയത്തിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? രണ്ട് സൈഡിൽ ഡയമെൻഷൻ ഇട്ട് കൊടുക്കുക. ഇവിടെ ചെയ്തതുപോലെ തന്നെ ചെയ്താൽ മതി. വോളിയത്തിൻ്റെ ഡയമെൻഷൻ എന്ന് എഴുതാനായിട്ട് നമ്മൾ V എന്ന് എഴുതിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഈസ് ഈക്വൽ ടു ലെങ്തിൻ്റെ ഡയമെൻഷൻ എന്താണ്? L ഇൻറ്റു ബ്രെഡ്ത്തിൻ്റെ ഡയമെൻഷൻ എന്താണ്? ബ്രെഡ്ത്തും ലെങ്ത് തന്നെയാണ്, ഹൈറ്റും ലെങ്ത് തന്നെയാണ്. അപ്പോൾ L ഇൻറ്റു L ഇൻറ്റു L. അപ്പോൾ എന്ത് കിട്ടി?
എൽ ക്യൂബ് എന്ന് കിട്ടി. നമ്മൾ ലാസ്റ്റ് എന്ത് എഴുതുക? എം റൈസ് ടു 0 എൽ റൈസ് ടു 3 ടി റൈസ് ടു 0 എന്ന് എഴുതുക. ഇത്രയേ ഉള്ളൂ. വോളിയത്തിൻ്റെ ഡയമെൻഷൻ ഇത്ര എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. ഇതിൻ്റെ യൂണിറ്റ് എന്ത് വരും? ഇതിൻ്റെ യൂണിറ്റ് ലെങ്ത് റേസ് ടു 0 എന്ന് മാത്രമേ അതിനകത്തുള്ളൂ അല്ലേ. ലെങ്ത് എന്താണ്? മീറ്ററാണ് യൂണിറ്റ്. അപ്പോൾ ലെങ്ത് റേസ് ടു 0 ആകുമ്പോൾ മീറ്റർ റേസ് ടു 3. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാലും ഇത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഫോർമാറ്റിൽ എഴുതിയാലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലോട്ട് പോകാം. മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്നുള്ളതാണ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ. ഓക്കെ, മാസ് ഡിവൈഡഡ് ബൈ വോളിയം. അപ്പോൾ ഡെൻസിറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന സിമ്പൽ റോ എന്നാണ്. ഇത് ഗ്രീക്ക് ലിറ്റർ റോയാണ്. റോ നിങ്ങൾ 10ാം ക്ലാസ്സിൽ റെസിസ്റ്റിവിറ്റി എന്നൊരു സാധനം പഠിച്ചിട്ടുണ്ടായിരിക്കും. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതിന് കൊടുത്ത സിമ്പലാണ് റോ. അതേ റോ തന്നെയാണ് നമ്മൾ ഡെൻസിറ്റിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻസ് ഓഫ് ഡെൻസിറ്റി എന്ന് എഴുതുക. ഡയമെൻഷൻസ് ഓഫ് ഡെൻസിറ്റി എന്ന് എഴുതാനായിട്ട് റോ എന്ന് എഴുതിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. ഈസ് ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യണം? RHSലും ഇതേപോലെ ഡയമെൻഷൻ കൊടുക്കുക. മാസിൻ്റെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ വോളിയത്തിൻ്റെ ഡയമെൻഷൻ. മാസിൻ്റെ ഡയമെൻഷൻ എന്തായിരുന്നു? മാസിൻ്റെ ഡയമെൻഷൻ എം എന്നായിരുന്നു. ഡിവൈഡഡ് ബൈ വോളിയത്തിൻ്റെ ഡയമെൻഷൻ. വോളിയത്തിൻ്റെ ഡയമെൻഷൻ നമ്മൾ തൊട്ട് മുമ്പ് ഡിറൈവ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. വോളിയത്തിൻ്റെ ഡയമെൻഷൻ എൽ ക്യൂബ് എന്നാണ്. എൽ ക്യൂബ്. ആ M0യും T0യും നമ്മളിവിടെ എഴുതുമ്പോൾ കൊടുക്കേണ്ടതില്ല, പവർ ഉള്ളത് മാത്രം കൊടുത്താൽ മതി. പവർ ഉള്ളത് എല്ലിന് മാത്രമാണ്. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ താഴെ എൽ ക്യൂബ് എന്ന് കൊടുക്കുക. എൽ ക്യൂബ്. ഓക്കെ, അപ്പോൾ എം ഡിവൈഡഡ് ബൈ എൽ ക്യൂബ്. ഇതെന്ത് കിട്ടും? എം ഡിവൈഡഡ് ബൈ എൽ ക്യൂബ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എം, ഈ എൽ ക്യൂബ് താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ താഴെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഒരു സാധനത്തിനെ നമ്മൾ മുകളിൽ കൊണ്ടുവരണം. നമ്മൾ ഡയമെൻഷൻസ് എഴുതുമ്പോൾ ഡിനോമിനേറ്ററിലൊന്നും ഇട്ടേക്കാറില്ല. ഡിനോമിനേറ്ററിലുള്ളതിനെ കൂടെ ന്യൂമറേറ്ററിൽ കൊണ്ടുവരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെയുള്ളതിനെ മുകളിൽ കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ പവർ നെഗറ്റീവായിട്ട് മാറും. ഇവിടെ എൽ ക്യൂബാണുള്ളത്, അത് മുകളിൽ വരുമ്പം എൽ റൈസ് ടു -3 ആവും. ഓക്കെ, സപ്പോസ് ഒരു നമ്പറിൻ്റെ പവർ നെഗറ്റീവാണ് താഴെ കിടന്നതെങ്കിൽ അത് മുകളിൽ വരുമ്പോൾ പോസിറ്റീവ് ആവും. പോസിറ്റീവ് ആണെങ്കിൽ മുകളിൽ വരുമ്പോൾ നെഗറ്റീവ് ആവും. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ എം അതേപോലെ എഴുതുക. ഈ എൽ ക്യൂബിനെ മുകളിൽ കൊണ്ടുവരുമ്പോൾ എൽ റൈസ് ടു -3 എന്ന് വരും. എൽ റൈസ് ടു -3. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? എം എൽ റൈസ് ടു -3. എമ്മും എല്ലും ടിയും കൂടെ നമ്മൾ എല്ലാത്തിൻ്റെയും കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ ടി റൈസ് ടു 0. ഇതാണ് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻസ്. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റോട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ത് വരും? ഡെൻസിറ്റിയുടെ യൂണിറ്റ് കിട്ടാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഡയമെൻഷൻസിലോട്ട് നോക്കിയാൽ മതി. എം എന്താണ്? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാമാണ്. എൽ എന്താണ്? ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. മീറ്റർ റൈസ് ടു -3 കൊടുക്കുക. റൈസ് ടു -3 എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ മീറ്റർ റൈസ് ടു 3 എന്നാണ്. അതായത് കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് വായിക്കാം, അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ റൈസ് ടു -3 എന്ന് വായിക്കാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനായിട്ട്. അടുത്ത് നമ്മൾ നാലാമത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി നമുക്ക് എഫ് എന്ന സിമ്പൽ കൊടുക്കാം. ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു, ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ 1 ടൈം പീരിയഡ് എന്നാണ്. 1 ടൈം പീരിയഡ്. ഓക്കെ, ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു പെൻഡുലം ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു തവണ ഓസിലേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനാണ് ടൈം പീരിയഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും ഡയമെൻഷൻസിൻ്റെ സിമ്പൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ ലെഫ്റ്റിൽ ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ എന്ന് എഴുതാൻ വേണ്ടി എഫ് എന്ന് എഴുതിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്താൽ മതി. റൈറ്റ് സൈഡിൽ 1 ടൈം പീരിയഡിൻ്റെ ഡയമെൻഷൻ. ടൈം പീരിയഡ് ആയാലും ശരി, ടൈം ആയാലും ശരി, അതിൻ്റെ ഡയമെൻഷൻ ടി ആണ്. ഓക്കെ, 1/t. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ്. ഈ ടീനെ അങ്ങ് മുകളിൽ കൊണ്ടുവന്നാൽ മതി. ഇവിടെ ടി എന്ന് എഴുതിയാൽ അതിൻ്റെ മീനിങ് ടി റൈസ് ടു 1 എന്നാണ്. ഓക്കെ, ടി റൈസ് ടു പവർ ഒന്നും ഇല്ലെങ്കിൽ 1 ആണ്. അപ്പോൾ അത് മുകളിൽ കൊണ്ടുവരുമ്പോൾ എന്താവും? ടി റൈസ് ടു ക്യാപിറ്റൽ ടി ആണ്, ടി റൈസ് ടു -1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ എമ്മും എല്ലും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എം റൈസ് ടു 0, എൽ റൈസ് ടു 0, ടി റൈസ് ടു -1 ആണ് ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻസ്. ഓക്കെ, നമ്മളിതിനെ
ടി റേസ് ടു -1 എന്ന് മാത്രം എഴുതിയാലും പ്രശ്നമൊന്നുമില്ല, അതും ആൻസർ തന്നെയാണ്, റൈറ്റ് ആൻസറാണ്. ഇനി ഇതിൻ്റെ യൂണിറ്റും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ എഴുതി വെച്ച് കൊടുക്കാം. യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി എന്ത് വരും? എമ്മിന് മുന്നിലും പവറില്ല. ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്, അതിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. എല്ലാത്തിൻ്റെ SI യൂണിറ്റാണ് എഴുതേണ്ടത്. ഓക്കെ, SI യൂണിറ്റ് മാത്രമേ എഴുതാവൂ. ടി റേസ് ടു -1 ആയതുകൊണ്ട് സെക്കൻഡ് റേസ് ടു -1. അപ്പോൾ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് റേസ് ടു -1. ഈ സെക്കൻഡ് റേസ് ടു -1 നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ഹെർട്സ് എന്ന് വിളിക്കും. ഹെർട്സ് അത് ഇതെങ്ങനെ എഴുതും? HERTZ, ഹെർട്സ്. സെക്കൻഡ് റേസ് ടു -1 തന്നെയാണ് ഹെർട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പീഡാണ്. ഓക്കെ, സ്പീഡ് ഈസ് ഈക്വൽ ടു, സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? സ്പീഡിൻ്റെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ട്രാവൽഡ്, ഓക്കെ, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ് സ്പീഡിൻ്റെ ഇക്വേഷൻ. ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, ഇവിടെ ഈക്വൽ ടു ഇടണ്ട. ഇനി നമ്മളിതിൻ്റെ ഡയമെൻഷൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? രണ്ട് സൈഡിൽ ഡയമെൻഷൻ കൊടുക്കുക. സ്പീഡിൻ്റെ ഡയമെൻഷൻ എന്ന് കിട്ടാനായിട്ട് നമുക്കിവിടെ സ്പീഡ് എന്ന് തന്നെ എഴുതാം. സ്പീഡ് എന്ന് എഴുതുന്നതിൽ തെറ്റൊന്നുമില്ല, സിമ്പിൾ കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇവിടെ ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് തന്നെയാണ്, അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ L ആണ്. ഡിവൈഡഡ് ബൈ ടി, ടിയുടെ ഡയമെൻഷൻ എന്താണ്? ടൈമിൻ്റെ ഡയമെൻഷൻ എന്താണ്? ടി. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് കറക്റ്റ് ഫോർമാറ്റിലാക്കണമെങ്കിൽ ഈ ഡിനോമിനേറ്ററിലുള്ളതിനെ മുകളിൽ കൊണ്ടുവരണം. ഡിനോമിനേറ്ററിലുള്ള ടി മുകളിൽ കൊണ്ടുവരുമ്പോൾ എന്താവും? ടി റേസ് ടു -1 ആവും. അപ്പോൾ LT റേസ് ടു -1. ഓക്കെ, ഞാനിവിടെ എം എഴുതുന്നില്ല. എം എഴുതിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പഠിക്കാൻ എളുപ്പം ഇങ്ങനെ എഴുതുന്നതാണ്. എമ്മോട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, LT റേസ് ടു -1 ആണ് സ്പീഡിൻ്റെ ഡയമെൻഷൻ. ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്ത് വരും? യൂണിറ്റ് ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് എന്ത് വരും? ഈ ഡയമെൻഷൻ നോക്കിയാൽ മതി. ഡയമെൻഷൻ നോക്കുമ്പോൾ ലെങ്ത് ഉണ്ട്, ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ. ടൈം ഉണ്ട്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് റേസ് ടു -1. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മീറ്റർ സെക്കൻഡ് റേസ് ടു -1 എന്ന് കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ സ്പീഡിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ. നമുക്ക് അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലോട്ട് പോവാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെലോസിറ്റിയാണ്. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം എന്നുള്ളതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഡയമെൻഷൻസ് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷനെ ടൈമിൻ്റെ ഡയമെൻഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് തന്നെയാണ്, അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ L ഡിവൈഡഡ് ബൈ ടി. ഇത് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത സ്പീഡിൻ്റെ ഡയമെൻഷൻ്റെ സെയിം രീതിയിലല്ലേ വന്നിരിക്കുന്ന L/T. അപ്പോൾ അതിൻ്റെ ആൻസറും അതേപോലെ തന്നെ വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? LT റേസ് ടു -1 എന്ന് കിട്ടും. LT റേസ് ടു -1. ഇതിൻ്റെ യൂണിറ്റ് എന്ത് വരും? ഇതിൻ്റെ യൂണിറ്റും സ്പീഡിൻ്റെ യൂണിറ്റും സെയിം ആണ്. എന്താണ് കിട്ടുന്നത്? മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? സ്പീഡിനും വെലോസിറ്റിക്കും ഒരേ ഡയമെൻഷനാണുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനൊരു സ്റ്റാർ വല്ലോട്ട് കൊടുത്തിട്ട് നമുക്ക് എഴുതി വെച്ചേക്കാം. എന്താണ് കിട്ടിയത്? സ്പീഡ് ആൻഡ് വെലോസിറ്റി ഹാവ് സെയിം ഡയമെൻഷൻസ്. അപ്പോൾ നിങ്ങളടുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. റൈറ്റ് ടു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് സെയിം ഡയമെൻഷൻസ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും സ്പീഡ് ആൻഡ് വെലോസിറ്റി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൊമെൻറ്റമാണ്. മൊമെൻറ്റത്തിന് നിങ്ങൾ മലയാളം മീഡിയത്തിൽ ആക്കം എന്നായിരിക്കും പഠിച്ചത്. മൊമെൻറ്റത്തിൻ്റെ സിമ്പിൾ P ആണ്. സ്മോൾ ലെറ്റർ P ആണ് കൊടുക്കേണ്ടത്. ക്യാപിറ്റൽ P പ്രഷറിനാണ് കൊടുക്കുന്നത്. മൊമെൻറ്റത്തിന് സ്മോൾ p കൊടുക്കുക. മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാണ്. മാസ് ഇൻറ്റു വെലോസിറ്റി. V ഇത് വോളിയം അല്ലേ, ഇത് വെലോസിറ്റിയാണ്. മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡയമെൻഷൻസ് ഓഫ് മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഇതെന്താണ്? മാസിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ M ആണ്. മാസിൻ്റെ സിമ്പിൾ നമ്മളിവിടെ എഴുതിയപ്പോൾ സ്മോൾ m ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, പക്ഷേ അതിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ M ആണ്. ഇനി വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. LT റേസ് ടു -1. അത് അതേപോലെ എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. LT റേസ് ടു -1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? ഡയറക്റ്റ് കിട്ടി. ഇൻറ്റു സിമ്പിളും കളഞ്ഞാൽ മതി, ആൻസറായി. MLT റേസ് ടു -1 എന്ന് കിട്ടും. ഇതാണ് മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ.
ഓക്കെ, ഇനി മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് നമുക്ക് ഇതിൻ്റെ സൈഡിൽ എഴുതി വയ്ക്കാം. മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്ത് വരും? എം മാസാണ്, അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, അതിൻ്റെ യൂണിറ്റ് മീറ്റർ. അതേപോലെ ടി സെക്കൻഡാണ്, ടൈമാണ്, സെക്കൻഡ് റേസ് ടു -1. അപ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ് മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലോട്ട് പോകാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കത്തില്ല, പുതിയൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ പഠിക്കുന്നത്, ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം ആംഗുലാർ മൊമെൻറ്റത്തിന് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ എൽ എന്നുള്ള ലെറ്ററാണ് കൊടുക്കുന്നത്. പക്ഷേ ഞാനത് ഇവിടെ കൊടുക്കുന്നില്ല. ആ എല്ലും ഈ ലെങ്തിൻ്റെ എല്ലും തമ്മിൽ കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആംഗുലാർ മൊമെൻറ്റം എന്ന് തന്നെ എഴുതുകയാണ്. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മൊമെൻറ്റം, അതായത് നമ്മളിവിടെ പറഞ്ഞ മൊമെൻറ്റം ഉണ്ടല്ലോ, ഈ മൊമെൻറ്റം എന്നിവിടെ പറയുമെങ്കിൽ ഇതിൻ്റെ ഫുൾ നെയിം ലീനിയർ മൊമെൻറ്റം എന്നാണ്. ആ ലീനിയർ മൊമെൻറ്റത്തിനെ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഇവിടെ ആക്ച്വലി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ്, നമുക്ക് തൽക്കാലം ഡിസ്റ്റൻസ് എന്ന് എഴുതിയാൽ മതി. നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് എഴുതണമെന്നില്ല. ലീനിയർ മൊമെൻറ്റം ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് ആംഗുലാർ മൊമെൻറ്റം. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ രണ്ട് സൈഡിൽ ഡയമെൻഷൻ കൊടുക്കുക. ലെഫ്റ്റ് സൈഡിൽ ആംഗുലാർ മൊമെൻറ്റം എന്നെഴുതുക. ആംഗുലാർ മൊമെൻറ്റം, അതിന് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക, ഈസ് ഈക്വൽ ടു RHS ഡയമെൻഷൻസ് കൊടുക്കുക. ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ എന്താണ്? എം എൽ ടി റേസ് ടു -1. ഇത് നമുക്ക് എവിടെ നീട്ടി? ഇത് നമുക്ക് തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ നീട്ടി. ഇൻറ്റു ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, അതിന് എൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എം അതേപോലെ എഴുതുക. ഓക്കെ, ഇവിടെ എല്ലുണ്ട്, ഇവിടെ വേറൊരു എല്ലുണ്ട്. ഈ രണ്ട് എല്ലും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താവും? എൽ സ്ക്വയർ ആവും ഇൻറ്റു ടി റേസ് ടു -1. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എം എൽ സ്ക്വയർ ടി റേസ് ടു -1. ഇതാണ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ. ഇനി ഇതിൻ്റെ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൻ്റെ യൂണിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഡയമെൻഷനിൽ നോക്കി അങ്ങ് എഴുതിയാൽ മതി. എം എന്താണ്? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, കിലോഗ്രാം. ഇനി എൽ എന്താണ്? നീളമാണ് അല്ലേ, അതിൻ്റെ യൂണിറ്റ് മീറ്റർ. പക്ഷേ എൽ സ്ക്വയർ ആയതുകൊണ്ട് മീറ്റർ സ്ക്വയർ. അടുത്ത ടൈം, അതിന് സെക്കൻഡ് റേസ് ടു -1, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്നുള്ളതാണ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻസ്. അപ്പോൾ നമുക്ക് അടുത്ത ഡയമെൻഷണൽ ക്വാണ്ടിറ്റി, അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലോട്ട് പോവാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ആക്സിലറേഷനാണ്. ആക്സിലറേഷന് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ എ എന്നുള്ള ലെറ്ററാണ്. ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്നുള്ളതാണ് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ കിട്ടാനായിട്ട് എന്ത് ചെയ്യുക? സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക, ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി. എന്താണ് ചേഞ്ച് ഇൻ വെലോസിറ്റി? ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയിലുണ്ടാകുന്ന മാറ്റം. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റിക്കും ഒരേ ഡയമെൻഷനാണുള്ളത്. വെലോസിറ്റി ഡയമെൻഷൻ കൊടുക്കുക. വെലോസിറ്റി ഡയമെൻഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, എൽ ടി റേസ് ടു -1 ആണ് എന്നുള്ളത് കണ്ടുപിടിച്ചു. ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ ഡയമെൻഷൻ ടി. ഓക്കെ, ടി എന്ന് പറഞ്ഞാൽ ടി റേസ് ടു 1 എന്നാണ്. ഇവിടെ നമ്മൾ 1 കൊടുക്കുന്നത് ഇത് ഡിനോമിനേറ്റർ കിടക്കുന്നുണ്ട്, മുകളിൽ പോകുമ്പോൾ നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? ഈ എൽ ടി റേസ് ടു -1 അതേപോലെ കൊടുക്കുക, ഇൻറ്റു ടി റേസ് ടു 1 ന്യൂമറേറ്റർ വരുമ്പോൾ എന്താവും? ടി റേസ് ടു -1 എന്നാവും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് വരും? ഇവിടെ എൽ ഒരെണ്ണേ ഉള്ളൂ, അത് അതേപോലെ എഴുതുക. എൽ റേസ് ടു 1, ടി റേസ് ടു -1, ടി റേസ് ടു -1. നിങ്ങൾക്കിപ്പോൾ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ, ഇങ്ങനെ രണ്ട് നമ്പേഴ്സ്, രണ്ടിനും ബേസ് സെയിം ആണ്, എക്സ്പോണൻറ്റ് ഡിഫറൻറ്റോ സെയിമോ എന്തോ ആയിക്കോട്ടെ, ആണെങ്കിൽ ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? എ റേസ് ടു എം പ്ലസ് എൻ എന്നായിരിക്കും. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു ഫോർമുലയാണ്. എ റേസ് ടു എം പ്ലസ് പ്ലസ് അല്ല, ഇൻറ്റു എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. അപ്പോൾ അതേപോലെ നമുക്കിവിടെ ടി റേസ് ടു -1 ഇൻറ്റു ടി റേസ് ടു -1 ഉണ്ട്. രണ്ടിൻ്റെ ബേസ് സെയിം ആയതുകൊണ്ട്, പവർ നമ്മൾ നോക്കണ്ട, ബേസ് സെയിം ആയതുകൊണ്ട് ബേസ് അതേപോലെ കൊടുക്കുക, ടി എന്ന് കൊടുക്കുക. പവറുകൾ തമ്മിൽ കൂട്ടി എഴുതുക. ഇവിടെ എമ്മും എന്നും ആയിരുന്നു അല്ലേ, അപ്പോൾ എമ്മും എന്നൂടെ കൂട്ടി എം പ്ലസ് എൻ എന്ന് എഴുതി. ഇവിടെ -1ഉം -1ഉം ആണ്, അത് രണ്ടും കൂടെ കൂട്ടുക. -1ഉം -1ഉം കൂടെ കൂട്ടിയാൽ -2. അപ്പോൾ എൽ ടി റേസ് ടു -2 എന്നുള്ളതാണ് ആക്സിലറേഷൻ്റെ ഡയമെൻഷൻസ്. ഇതിൻ്റെ യൂണിറ്റ് നമുക്ക് എങ്ങനെ എഴുതാം?
യൂണിറ്റ് കിട്ടാനായിട്ട് നമ്മൾ ഇതിലോട്ട് നോക്കി അങ്ങ് എഴുതിയാൽ മതി. ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. ടി ടൈമാണ്, യൂണിറ്റ് സെക്കൻഡ് റേസ് ടു -2. അപ്പോൾ മീറ്റർ സെക്കൻഡ് റേസ് ടു -2 അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ളതാണ് ആക്സിലറേഷൻ്റെ യൂണിറ്റ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോഴ്സാണ്. ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു, ഫോഴ്സിൻ്റെ സിമ്പിൾ എഫ്, ക്യാപിറ്റൽ എഫ് ആണ് കൊടുക്കാനുള്ളത്. ഈസ് ഈക്വൽ ടു എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയമെൻഷൻ കിട്ടാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്നു. എഫ് ഈസ് ഈക്വൽ ടു എം, മാസിൻ്റെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ എം. എ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എന്താണ്? ഇവിടെ കണ്ടുപിടിച്ചു, എൽ ടി റേസ് ടു -2. അപ്പോൾ നിങ്ങൾ ബേസിക് സിമ്പിളായിട്ടുള്ളതെല്ലാം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഫോഴ്സിൻ്റെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആക്സിലറേഷൻ്റെത്, വെലോസിറ്റിയുടേത്, ഡെൻസിറ്റിയുടേത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ കാണാതെ പിടിച്ച് വെച്ചേക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫോഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ആക്സിലറേഷൻ്റെ സൈഡിൽ കണ്ടുപിടിച്ചിട്ട് പിന്നെ അതെടുത്ത് ഫോഴ്സിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആക്സിലറേഷൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് എടുത്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി, നമുക്ക് ഡയറക്റ്റ് കിട്ടി, എം ഇൻറ്റു എൽ ടി റേസ് ടു -2. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ യൂണിറ്റ് എന്ത് വരും? ഇതിൻ്റെ യൂണിറ്റ് എം എന്താണ്? മാസാണ്. മാസിൻ്റെത് കിലോഗ്രാം, എൽ മീറ്ററാണ്, ടി സെക്കൻഡാണ്, റേസ് ടു -2. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമുക്ക് ഫോഴ്സിൻ്റെ ഡയമെൻഷൻസ് കിട്ടും. പക്ഷേ നമുക്കറിയാം ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ എന്ന് നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ ഇതും അതും എങ്ങനെ സെയിം ആണോ? അത് രണ്ട് സെയിം ആണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ന്യൂട്ടൺ. ഓക്കെ, ന്യൂട്ടൺ. അപ്പോൾ നിങ്ങൾ വേർഡിൽ ന്യൂട്ടൺ എന്നുള്ള യൂണിറ്റ് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ വേണം കൊടുക്കാൻ. അതിൻ്റെ സിമ്പിൾ എന്ന് എഴുതുമ്പോൾ ക്യാപിറ്റൽ എന്ന് കൊടുക്കണം. ഓക്കെ, നമ്മൾ അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി പഠിക്കുന്നത് ഇമ്പൾസ് ആണ്. ഇമ്പൾസിന് കൊടുക്കുന്ന ലെറ്റർ ഐ എന്നാണ്. ഈ ഐ കറണ്ടിൻ്റെ ഐ അല്ല, അത് തമ്മിൽ മാറിപ്പോരുത്. ഇമ്പൾസിൻ്റെ ഇക്വേഷൻ, ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം എന്നുള്ളതാണ്. ഫോഴ്സിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ഇമ്പൾസ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇമ്പൾസിൻ്റെ ഡയമെൻഷൻസ്, ഇമ്പൾസിൻ്റെ ഇത് കറണ്ടാണെന്ന് വിചാരിക്കരുത്, ഇത് ഇമ്പൾസ് എന്ന് ഇവിടെ എഴുതിയിട്ടുള്ളതുകൊണ്ട് മാറിപ്പോകില്ല. ഈസ് ഈക്വൽ ടു ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? അത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞായിരുന്നു. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, അല്ല ഇതിനകത്ത് തന്നെ പറഞ്ഞത്, ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം എൽ ടി റേസ് ടു -2 ആണ്. എം എൽ ടി റേസ് ടു -2 ഇൻറ്റു ടൈമിൻ്റെ ഡയമെൻഷൻ ടി ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എം അതേപോലെ കൊടുക്കുക, എൽ അതേപോലെ കൊടുക്കുക. ടി എത്ര എണ്ണം ഉണ്ട്? ടി 2 എണ്ണം ഉണ്ട്. ടി റേസ് ടു -2 ഉണ്ട്. ഇവിടെ ടി എന്ന് മാത്രമേ ഉള്ളൂ, അതിന് ടി റേസ് ടു 1 എന്ന് കൊടുക്കുക. അപ്പോൾ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ രണ്ടിൻ്റെ ബേസ് സെയിം ആണ്. നമ്മൾ ഈ ഫോർമുല അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ടി റേസ് ടു -2 പ്ലസ് 1, -2ഉം 1ഉം കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? -1 കിട്ടും. ഓക്കെ, അപ്പോൾ എം എൽ ടി റേസ് ടു -1 ആണ് ഇമ്പൾസിൻ്റെ ഡയമെൻഷൻസ്. അതിൻ്റെ യൂണിറ്റ് എന്ത് വരും? ഇതിൻ്റെ യൂണിറ്റ് നമ്മളത് നോക്കി എഴുതിയാൽ മതി. മാസിൻ്റെത് കിലോഗ്രാം, ലെങ്തിൻ്റെത് മീറ്റർ, ടൈമിൻ്റെത് സെക്കൻഡ് റേസ് ടു -1. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ഇമ്പൾസിൻ്റെ ഡയമെൻഷൻ. ഈ ഇമ്പൾസിൻ്റെ ഡയമെൻഷൻ നമുക്ക് ഇതിന് മുമ്പ് എവിടെയെങ്കിലും കിട്ടിയാന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, നമ്മളത് തൊട്ട് മുമ്പ് ചെയ്ത മൊമെൻറ്റത്തിനും കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അല്ലേ കിട്ടിയത്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഡയമെൻഷൻ സെയിം ആണ്. അപ്പോൾ മൊമെൻറ്റം, ഇമ്പൾസ് അതിൻ്റെ രണ്ടിൻ്റെ ഡയമെൻഷൻ സെയിം ആണ് എന്നുള്ള കാര്യം നമുക്കിവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. ഏതൊക്കെയാണ്? മൊമെൻറ്റം ആൻഡ് ഇമ്പൾസ്. Momentum and impulse have same dimensions. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലോട്ട് പോവാം. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വർക്കാണ്. വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് W is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളതാണ് വർക്കിൻ്റെ ഫോർമുല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? വർക്കിന് നമുക്ക് സിമ്പിൾ W എന്ന് കൊടുക്കാം. W is equal to ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചായിരുന്നു, എം എൽ ടി റേസ് ടു -2 അല്ലേ? അപ്പോൾ അത് കൊടുത്താൽ മതി. എം എൽ ടി റേസ് ടു -2 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ എന്താണ്? എൽ ആണ്.
അപ്പോൾ ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എം എൽ ഇതാ എൽ ഒരെണ്ണം ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്, രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൽ സ്ക്വയർ ആവും ഇൻറ്റു ടി റേസ് ടു മൈനസ് 2. അപ്പോൾ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് എന്ത് വരും? ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ എഴുതി നോക്കുകയാണെങ്കിൽ എം മാസാണ് കിലോഗ്രാം, അടുത്ത എൽ ലെങ്താണ് മീറ്റർ സ്ക്വയർ, അതേപോലെ കൊടുക്കുക. ടി ടൈമാണ് സെക്കൻഡ് റേസ് ടു മൈനസ് 2. ഓക്കെ, അപ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇതിനെ നമ്മൾ വിളിക്കുന്ന ഒരു ഒറ്റ വേർഡുണ്ട്, അതാണ് ജൂൾ എന്ന് വിളിക്കും. ജൂൾ. ജൂളിൻ്റെ സിമ്പൽ ക്യാപിറ്റൽ ജെ ആണ്. അപ്പോൾ നമ്മൾ യൂണിറ്റ് ഫുൾ വേർഡിൽ എഴുതുകയാണെങ്കിൽ, അതായത് ജൂൾ എന്നുള്ള യൂണിറ്റ് എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ജെ സ്മോൾ ലെറ്റർ ആണ് എഴുതാൻ. ഓക്കെ, സിമ്പൽ എഴുതുമ്പോൾ ജെ ക്യാപിറ്റൽ കൊടുക്കുക. ഇനി ക്യാപിറ്റൽ ജെ എഴുതിയിട്ട് വേർഡ് ഫുൾ എഴുതുകയാണ്, ജൂൾ എന്ന് മൊത്തം എഴുതുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് ഈ ജൂൾ എന്നുള്ള വേർഡ് കൊടുത്തിരിക്കുന്ന, യൂണിറ്റ് കൊടുത്തിരിക്കുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. അപ്പോൾ ആ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ക്യാപിറ്റൽ ജെ തുടങ്ങി ജൂൾ എന്ന വേർഡ് ഫുൾ എഴുതുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ യൂണിറ്റ് എഴുതുമ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി, ക്യാപിറ്റൽ ലെറ്റർ സിമ്പിൾ എഴുതുമ്പോൾ മാത്രം കൊടുക്കുക, ഫുൾ വേർഡ് എഴുതുകയാണെങ്കിൽ ജെ സ്മോൾ ലെറ്റർ കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വാണ്ടിറ്റിയിലോട്ട് പോകാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എനർജിയാണ്. എനർജിക്ക് നിങ്ങൾ ഇക്വേഷൻ ഒന്നും പ്രത്യേകിച്ച് പഠിച്ചിട്ടില്ല. എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക് എന്നാണ് പഠിച്ചിട്ടുള്ളത്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം. അപ്പോൾ എനർജി ഈസ് ഈക്വൽ ടു നമ്മൾ വർക്ക് ഡൺ എന്ന് മാത്രം എഴുതിയാൽ മതി. എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷൻ എന്ത് വരും? വർക്കിൻ്റെ അതേ ഡയമെൻഷൻ വരും. വർക്കിൻ്റെ ഡയമെൻഷൻ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2. ഇതാണ് എനർജിയുടെ ഡയമെൻഷൻസ്. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് എന്ത് വരും? എനർജിയുടെ യൂണിറ്റ് വർക്കിൻ്റെ അതേ യൂണിറ്റ് വരും. എന്താണ്? ജൂൾ അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നിട്ട്, ഓർ ജൂൾ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ക്വാണ്ടിറ്റി നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തതാണ്, അതാണ് ടോർക്ക്. TORQUE. ടോർക്കിന് നമ്മൾ കൊടുക്കുന്ന സിമ്പൽ ഇതാണ്. ഇത് ടോ എന്നാണ് വായിക്കേണ്ടത്. ടോ. ഇത് എഴുതുന്നത് ഒരു വര ഇടുക, എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ ഒരു ചെറിയൊരു വളഞ്ഞ വര ഇടുക. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഗ്രീക്ക് ലെറ്ററാണ് ടോ എന്ന് പറയുന്നത്. ഇത് ഇംഗ്ലീഷ് ലെറ്റർ തികയാതെ വരുമ്പോൾ നമ്മൾ ഗ്രീക്ക് ലെറ്റർ എടുക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോ എന്നുള്ള ലെറ്ററാണ് ടോർക്കിന് കൊടുക്കുന്നത്. ടോർക്കിൻ്റെ ഇക്വേഷൻ നിങ്ങൾ വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കും. എനിവേ നമുക്ക് ഈ ചാപ്റ്ററിൽ ഇതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനുള്ളത് കൊണ്ട് ഈ ഇക്വേഷനും കൂടെ കാണാതെ പഠിക്കണം. ടോർക്കിൻ്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പക്ഷേ നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, എഴുതിയാലും പ്രശ്നമില്ല. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് എഴുതിയാലും മതി. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ടോർക്കിൻ്റെ ഡയമെൻഷൻ ടോ എന്ന് എഴുതിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക, ഈസ് ഈക്വൽ ടു ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ആയിട്ടുള്ള എം എൽ ടി റേസ് ടു മൈനസ് 2 ഇൻറ്റു ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ എൽ. അപ്പോൾ എന്ത് കിട്ടും? എം അതേപോലെ എഴുതുക, എല്ലും കൂടെ ചേർന്ന് എൽ സ്ക്വയർ ആവും. ടി റേസ് ടു മൈനസ് 2 അതേപോലെ കൊടുക്കുക. അപ്പോൾ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2. ഇതിൻ്റെ യൂണിറ്റ് എന്ത് വരും? ഇതിൻ്റെ യൂണിറ്റ് ഇവിടെ എഴുതി അതേ യൂണിറ്റിന് വരും. ഇവിടെയും ഇതിന് 3 എണ്ണത്തിന് നമുക്ക് സെയിം ഡയമെൻഷനാണ് കിട്ടിയിരിക്കുന്നത്. ശ്രദ്ധിച്ചായിരുന്നോ? എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2, എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2, എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2. അപ്പോൾ യൂണിറ്റും അത് തന്നെ വരും, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. അല്ലെങ്കിൽ ടോർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. അത് ന്യൂട്ടൺ മീറ്റർ ആണ്. എൻ ക്യാപിറ്റൽ, ന്യൂട്ടൻ്റെ എൻ ക്യാപിറ്റൽ, മീറ്ററിൻ്റെ എം സ്മോൾ, ന്യൂട്ടൺ മീറ്റർ, ഇങ്ങനെ എഴുതാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലായ കാര്യം എന്താണ്? ഇവിടെ പറഞ്ഞ ഈ 3 ക്വാണ്ടിറ്റീസ് 12, 13, 14 നമ്പേഴ്സിൽ പറഞ്ഞ വർക്ക്, എനർജി, അതേപോലെ ടോർക്ക്, ഇതിൻ്റെ 3ൻ്റെയും ഡയമെൻഷൻസ് സെയിം ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ എഴുതി വയ്ക്കാം, വർക്ക്, എനർജി ആൻഡ് ടോർക്ക് ഹാവ് സെയിം ഡയമെൻഷൻസ്. വർക്കിനും എനർജിക്കും ടോർക്കിനും സെയിം ഡയമെൻഷൻസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ലായിരുന്നോ, നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്, റൈറ്റ് 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് സെയിം ഡയമെൻഷൻസ് എന്ന്. അപ്പോൾ നമ്മളതിന് ഇപ്പോൾ ഒരു 3 എക്സാമ്പിൾ ആയി പഠിക്കുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു പഠിച്ചത്? ആദ്യം നമ്മൾ പറഞ്ഞു വെലോസിറ്റിക്കും സ്പീഡിനും സെയിം ഡയമെൻഷൻ ആണെന്ന് പറഞ്ഞു അല്ലേ?
അതുപോലെ നമ്മൾ പറഞ്ഞു മൊമെൻറ്റത്തിനും ഇമ്പൾസിനും സെയിം ഡയമെൻഷൻ ആണെന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ പഠിച്ച ഈ 3 എണ്ണത്തിനും സെയിം ഡയമെൻഷനാണ്. ഏതൊക്കെയാണ്? വർക്ക്, എനർജി ആൻഡ് ടോർക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലോട്ട് പോകാം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രഷറാണ്. പ്രഷറിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമില്ല, മറന്നുവെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒന്നുകൂടെ പഠിച്ചാൽ മതി. പ്രഷർ P ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നാണ്. ഫോഴ്സ് ബൈ ഏരിയ. നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുള്ളത് ത്രസ്റ്റ് ബൈ ഏരിയ എന്നായിരിക്കും. ത്രസ്റ്റും ഫോഴ്സും ഒന്ന് തന്നെയാണ്. ഫോഴ്സ് പെർപെൻഡിക്കുലർ ഫോഴ്സിനെയാണ് ത്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതിയിട്ട് എഴുതാം ത്രസ്റ്റ് ബൈ ഏരിയ എന്ന് എഴുതാം. ത്രസ്റ്റ് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ത്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫോഴ്സിൻ്റെയും ത്രസ്റ്റിൻ്റെയും സെയിം ഡയമെൻഷനാണ്. അപ്പോൾ പ്രഷറിൻ്റെ ഡയമെൻഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഡയമെൻഷൻസ് ഓഫ് പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? mL(T⁻²) ഡിവൈഡഡ് ബൈ ഏരിയയുടെ ഡയമെൻഷൻ L² ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് ചെയ്യുമ്പോൾ M അതേപോലെ എഴുതുക. M ഒരെണ്ണേ ഉള്ളൂ, അതേപോലെ എഴുതിയാൽ മതി. L നോക്കുകയാണെങ്കിൽ ഇവിടെ L എന്ന് മാത്രമേ ഉള്ളൂ. L⁻1 ആണ് അതിൻ്റെ മീനിങ്. താഴെ L² ഉണ്ട് അല്ലേ? അപ്പോൾ L നമ്മൾ അതേപോലെ കൊടുത്തു. ഓക്കെ, L അതേപോലെ കൊടുത്തു. ഇനി T⁻² അതേപോലെ എഴുതി. ഇനി ഈ താഴെയുള്ള ഡിനോമിനേറ്ററിലുള്ള L² മുകളിൽ പോകണം അല്ലേ? ന്യൂമറേറ്റർ ചെല്ലുമ്പോൾ അതിൻ്റെ പവർ നെഗറ്റീവ് ആവും. അപ്പോൾ L² എന്നുള്ളത് L⁻² ആവും. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ ആൻസർ കിട്ടും. M അതേപോലെ എഴുതുക. L ഇതാ ഇവിടെ L ഉണ്ട്, ഇവിടെ L⁻² ഉണ്ട്. ഈ Lൻ്റെ പവർ എത്രയാണ്? 1 ആണ്. അപ്പോൾ ബേസ് സെയിം ആണെങ്കിൽ നമുക്ക് അതിൻ്റെ പവറുകൾ തമ്മിൽ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. A⁻m × A⁻n ഈസ് ഈക്വൽ ടു A⁻m+m. ആ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്താവും? L⁻1ഉം -2 കൂടെ ആഡ് ചെയ്യുക. 1ഉം -2 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 1ഉം -2 കൂടെ ആഡ് ചെയ്താൽ -1 എന്ന് കിട്ടും. ഇൻറ്റു T⁻². ഓക്കെ, അപ്പോൾ mL⁻1 T⁻² ആണ് പ്രഷറിൻ്റെ ഡയമെൻഷൻസ്. ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്ത് വരും? ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ എഴുതുമ്പോൾ M എന്താണ്? മാസ്, കിലോഗ്രാം. L എന്താണ്? ലെങ്ത്, മീറ്റർ. പക്ഷേ (⁻1) അതേപോലെ കൊടുക്കുക. T എന്താണ്? ടൈമാണ്, സെക്കൻഡ് (⁻²). ഓർ നമുക്കിവിടെ കിട്ടിയ kg/m/s² എന്നുള്ളതിന് നമുക്ക് വേറൊരു രീതിയിലും കൂടെ എഴുതാൻ പറ്റും. അത് പാസ്കൽ എന്നാണ്. പാസ്കൽ, P എഴുതിയിട്ട് സ്മോൾ a. സിമ്പിളാണ്, ക്യാപിറ്റൽ P സ്മോൾ a. ഓക്കെ, ഇത് നമ്മളെങ്ങനെ വായിക്കണം? ഇത് പാസ്കൽ എന്ന് വായിക്കണം. പാസ്കൽ അതൊരു സയൻറ്റിസ്റ്റിൻ്റെ പേരെന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫുൾ വേർഡ് എഴുതുമ്പോഴത്തേക്ക് ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ കൊടുക്കുക, പാസ്കൽ. ഓക്കെ, അപ്പോൾ പ്രഷർ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലോട്ട് പോകാം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് സ്ട്രെസ് ആണ്. സ്ട്രെസ് ഈസ് ഈക്വൽ ടു, അതിൻ്റെയും ഇക്വേഷൻ സെയിം തന്നെയാണ്, ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, ഫോഴ്സ് ബൈ ഏരിയ. അങ്ങനെയാണെങ്കിൽ സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? സ്ട്രെസ് എന്ന് എഴുതിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. ഈസ് ഈക്വൽ ടു ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? mL(T⁻² എന്നാണ്. ഡിവൈഡഡ് ബൈ ഏരിയ ഡയമെൻഷൻ എന്താണ്? L² ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? M അതേപോലെ എഴുതുക. L(T⁻²) അത്രയും നമുക്ക് അതേപോലെ തന്നെ എഴുതാം. mL(T⁻²). ഫസ്റ്റ് ചെയ്യേണ്ടത് ഡിനോമിനേറ്ററിനെ മുകളിൽ കൊണ്ടുപോകുക. അപ്പോൾ എന്താവും? L⁻² എന്നുള്ളത് L⁻² ആവും. ഓക്കെ, ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. M അതേപോലെ കൊടുക്കുക. L⁻² ഇവിടെ എത്രയാണ്? L എന്ന് എഴുതിയാൽ L⁻1 എന്നാണ് മീനിങ്. 1ഉം L⁻² കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പവർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 1 + -2. അപ്പോൾ എന്ത് കിട്ടും? -1 എന്ന് കിട്ടും. T⁻². ഇത് ഇത്രയും പറയേണ്ട ആവശ്യമില്ല, കാര്യം നമ്മൾ ഇത് ചെയ്തത് അതേപോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്, ഒരു വ്യത്യാസവും കാരണം ഇക്വേഷൻ സെയിം ആണ്. ഫോഴ്സ് ബൈ ഏരിയ, ഇവിടെ ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ mL⁻1, m⁻1, L⁻1, T⁻² എന്ന് കിട്ടി. ഇതിൻ്റെ യൂണിറ്റ് എന്ത് വരും? ഇതിൻ്റെ യൂണിറ്റ് പ്രഷറിൻ്റെ അതേ യൂണിറ്റ് തന്നെ വരും. എന്തായിരുന്നു? കിലോഗ്രാം (m⁻⁻1) (s²⁻1). ഓർ അല്ലെങ്കിൽ എന്ത് തന്നെ എഴുതാം? പാസ്കൽ എന്ന് എഴുതാം. പാസ്കൽ, PA. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? ഇതിൻ്റെ അകത്ത് മനസ്സിലായത് പ്രഷറിനും സ്ട്രെസ്സിനും സെയിം ഡയമെൻഷൻ ആണെന്ന് മനസ്സിലായല്ലേ? അപ്പോൾ നമുക്കത് ഇവിടെ എഴുതി വയ്ക്കാം. പ്രഷർ ആൻഡ് സ്ട്രെസ് ഹാവ് സെയിം ഡയമെൻഷൻസ്.
സെയിം ഡയമെൻഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് 4 പേഴ്സ് കിട്ടി. അതിൽ ഒരെണ്ണത്തിൽ 3 എണ്ണം ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് പവർ. പവറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? പവർ പി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം എന്നുള്ളതാണ്. വർക്ക് ഡണ്ണിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പവർ കിട്ടുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും ചെറിയ ക്ലാസ്സിൽ. അങ്ങനെയാണെങ്കിൽ പവറിൻ്റെ ഡയമെൻഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വർക്കിൻ്റെ ഡയമെൻഷൻ എന്തായിരുന്നു? അത് കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. mL²T⁻² ആണ് വർക്കിൻ്റെ ഡയമെൻഷൻ, ഡിവൈഡഡ് ബൈ ടൈമിന് ക്യാപിറ്റൽ ടി. ഓക്കെ, അപ്പോൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എം അതേപോലെ ഈ മുകളിലുള്ള അതേപോലെ എഴുതാം. mL²T⁻² ഇൻറ്റു ഈ ഡിനോമിനേറ്ററിലുള്ള ടീനെ മുകളിൽ കൊണ്ടുവരാം. T⁻1 ആണിത് അല്ലേ? അപ്പോൾ T⁻1 ആവും. അപ്പോൾ എന്ത് വരും? എം അതേപോലെ എഴുതുക, L² അതേപോലെ എഴുതുക. T⁻, നമ്മൾ നോക്കുമ്പോൾ T⁻2 ഉണ്ട്, T⁻1 ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ പവർ ആഡ് ചെയ്യുക. -2ഉം -1 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? -3 എന്ന് കിട്ടും. അപ്പോൾ mL²T⁻³ ആണ് പവറിൻ്റെ ഡയമെൻഷൻസ്. ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? എം മാസാണ് കിലോഗ്രാം, എൽ ലെങ്ത് ആണ് മീറ്റർ സ്ക്വയർ അതേപോലെ കൊടുക്കുക, ടി ടൈമാണ് സെക്കൻഡ്, (-3) കൊടുക്കുക. ഓക്കെ, അപ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് (-3) എന്ന് നമുക്ക് കിട്ടും. ഇനി ഇതിനെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്. ഇതിനെയാണ് നമ്മൾ വാട്ട് എന്ന് വിളിക്കുന്നത്. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. വാട്ട് എന്ന് എഴുതുമ്പോൾ ഫസ്റ്റ് W സ്മോൾ ലെറ്റർ കൊടുക്കുക, പക്ഷേ അതിൻ്റെ സിമ്പിൾ W ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. ഈ വർക്കിൻ്റെ Wയും വാട്ടിൻ്റെ Wയും തമ്മിൽ മാറിപ്പോരുത്. വർക്കിൻ്റെ സിമ്പിൾ W ആണ്, പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്, ആ വാട്ടിൻ്റെ സിമ്പിൾ W ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ പഠിച്ചു. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് നോ ഡയമെൻഷൻ ആൻഡ് നോ യൂണിറ്റ്. കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിളാണ്. ആ ക്വാണ്ടിറ്റീസിന് ഡയമെൻഷനും ഇല്ല, യൂണിറ്റും ഇല്ല. ഓക്കെ, നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനാണ് ഡയമെൻഷൻ ഉള്ളത്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് മാത്രമേ ഡയമെൻഷൻ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൂടെ? ഡയമെൻഷൻ ഇല്ലാത്ത ഏതെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 2 ക്വാണ്ടിറ്റീസാണുള്ളത്. ഒന്ന് സ്ട്രെയിൻ. രണ്ടെണ്ണം അല്ല, അതിൽ കൂടുതലുണ്ട്. നമുക്ക് 2 എക്സാമ്പിൾ പഠിച്ചാൽ മതി. സ്ട്രെയിൻ എന്ന് പറയുന്നൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. അത് നിങ്ങൾ വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കും. നിങ്ങൾ രണ്ടാമത്തെ ടെക്സ്റ്റിൽ ആദ്യത്തെ ചാപ്റ്ററായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്, അതിനകത്ത് നിങ്ങൾ പഠിക്കും. എനിവേ, ആ ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് പഠിച്ചു വെച്ചേക്കുക. സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. നമ്മൾ ഇത്രയും നേരം ഡയമെൻഷൻസ് പഠിച്ചില്ലേ? അവിടെ പറഞ്ഞ ഡയമെൻഷൻ അല്ല ഈ ഡയമെൻഷൻ. ഈ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത്, ഏരിയ, വോളിയം, ഈ 3 സാധനങ്ങളെ മാത്രം പറയുന്ന പേരാണ് ഈ ഇക്വേഷനിലുള്ള ഡയമെൻഷൻ. എനിവേ, നിങ്ങൾ ഇക്വേഷൻ മാത്രം എഴുതി വെച്ചാൽ മതി. അത് ഡയമെൻഷൻ്റെ മീനിങ് എന്താണ് എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കുക, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലെങ്ത് എടുക്കുകയാണെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ലെങ്തിന് ഒരു ഡയമെൻഷൻ ഉണ്ടല്ലോ, ലെങ്തിൻ്റെ ഡയമെൻഷൻ എന്താണ്? L ബൈ ഒറിജിനൽ ലെങ്തിനും ഡയമെൻഷൻ ഉണ്ട് L. അപ്പോൾ മുകളിലുള്ള എല്ലും താഴെയുള്ള എല്ലും കൂടെ വെട്ടിപ്പോവും, L/L. അപ്പോൾ ഡയമെൻഷൻ എത്രയാവും? ക്യാൻസലായി പോയിട്ട് L⁻0 എന്ന് വരും, അതായത് 1 എന്ന് വരും. 1 എന്ന് പറഞ്ഞാൽ L⁻0. അപ്പോൾ സ്ട്രെയിനിന് ഡയമെൻഷൻ ഇല്ല. ഓക്കെ, വേറൊരു എക്സാമ്പിളാണ് റിലേറ്റീവ് ഡെൻസിറ്റി. എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി? നിങ്ങൾ ഡെൻസിറ്റി എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞേ ഉള്ളൂ, മാസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് ഡെൻസിറ്റി. ഈ ഡെൻസിറ്റിക്ക് ഡയമെൻഷൻ ഉണ്ട് അല്ലേ? mL⁻³ എന്ന് നമുക്ക് ഡയമെൻഷൻ കിട്ടി. പക്ഷേ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്. നമ്മൾ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ഡെൻസിറ്റി എടുക്കുക. ഫോർ എക്സാമ്പിൾ അയൺ എടുക്കുക, ഇരുമ്പ്, അതിൻ്റെ ഡെൻസിറ്റി എടുക്കുക. അതിനെ വാട്ടറിൻ്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഡെൻസിറ്റി ഓഫ് അയൺ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് അയൺ. മനസ്സിലായ? ഡെൻസിറ്റി ഓഫ് അയൺ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ചെയ്താൽ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് അയൺ കിട്ടും. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോപ്പർ എടുക്കുന്നു, ഓക്കെ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എടുക്കുന്നു. പ്ലാസ്റ്റിക് എടുക്കാം. ഡെൻസിറ്റി ഓഫ് പ്ലാസ്റ്റിക് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ചെയ്താൽ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് പ്ലാസ്റ്റിക് കിട്ടും. അപ്പോൾ ഏതിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിലും അതിനെ വാട്ടറിൻ്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യണം.
ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫോർമുല ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേ ഉള്ളൂ. അത് അതിൻ്റെ മീനിങ് വരുന്ന ചാപ്റ്റേഴ്സിൽ നിങ്ങൾ പഠിക്കും. എനിവേ ഇതിൻ്റെ ഡയമെൻഷൻ എന്ത് വരും? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ്. നമ്മളിപ്പോൾ ഇവിടെ അയൺ എടുത്തു, അതേപോലെ പ്ലാസ്റ്റിക് എടുത്തു. എന്തായാലും ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? ഡെൻസിറ്റി ഡയമെൻഷൻ ml/-3 ആണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്താണ്? അതും ml/-3. അപ്പോൾ രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകത്തില്ലേ? അപ്പോൾ m/0 l/0 എന്ന് വരും, അല്ലെങ്കിൽ l/0 എന്ന് വരും, അല്ലെങ്കിൽ 1 എന്ന് മാത്രം എഴുതിയാലും മതി. എനിവേ ഇതിന് ഡെൻസിറ്റി, റിലേറ്റീവ് ഡെൻസിറ്റിക്ക് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനാണ് ഡയമെൻഷൻ ഉള്ളത്, എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും ഡയമെൻഷൻ ഇല്ല. ഇനി ഈ പറഞ്ഞ രണ്ടെണ്ണത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ രണ്ടെണ്ണത്തിന് ഡയമെൻഷനും ഇല്ല, യൂണിറ്റും ഇല്ല. ഇതിന് രണ്ടിനും യൂണിറ്റ് ഇല്ല, യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. പക്ഷെ വേറൊരു ചോദ്യം വരും, വിച്ച് ആർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് യൂണിറ്റ്സ്? യൂണിറ്റ് ഉണ്ട് പക്ഷേ ഡയമെൻഷൻ ഇല്ല. യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല. നമ്മൾ ഈ പറഞ്ഞ സ്ട്രെയിനിനും റിലേറ്റീവ് ഡെൻസിറ്റിക്കും യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. പക്ഷേ ചില ക്വാണ്ടിറ്റീസിന് യൂണിറ്റ് ഉണ്ട് പക്ഷേ ഡയമെൻഷൻ ഇല്ല. അതിന് എക്സാമ്പിളാണ് പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് 3 ഓക്കെ. പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും എന്തിന് എക്സാമ്പിളായിരുന്നു? സപ്ലിമെൻ്ററി യൂണിറ്റ്സിന് എക്സാമ്പിളായിരുന്നു. ഓർമ്മേണ്ട, പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ ഇതിനെ സപ്ലിമെൻ്ററി യൂണിറ്റ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഡയമെൻഷൻ ഇല്ലാത്തത് കൊണ്ടാണ് സപ്ലിമെൻ്ററി യൂണിറ്റ് എന്ന് വിളിച്ചത്. അപ്പോൾ അതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നോ ഡയമെൻഷൻ, ഡയമെൻഷൻ ഇല്ല. ഓക്കെ. ഇനി അതിന് യൂണിറ്റ് ഉണ്ടാ? യൂണിറ്റ് ഉണ്ട്. യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? റേഡിയൻ. അതേപോലെ സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? സ്റ്റെറഡിയൻ. അപ്പോൾ ഇതിന് രണ്ടിനും യൂണിറ്റ് ഉണ്ട് പക്ഷേ ഡയമെൻഷൻ ഇല്ല. ഇനി ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഈ ഒരു സെൻറ്ററിനെ എബൌട്ടായിട്ട് ഇവിടെ ഒരു ഒബ്ജക്റ്റ്, ഒരു കല്ലാണെന്ന് വിചാരിക്കുക. ഒരു കല്ല് ഇവിടെ ഇങ്ങനെ കയറ് കെട്ടി വെച്ചിരിക്കുകയാണ്. ഈ കയറ് വലിഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഈ കല്ലിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റിവോൾവ് ചെയ്ത് കറങ്ങി വരികയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ കല്ല് ഇവിടം വരെ എത്തി, ഇവിടെ നിന്ന് ഇതുവരെ എത്തി. ഓക്കെ. അപ്പോൾ ഈ കയറുണ്ടല്ലോ, ഈ കെട്ടിയിരിക്കുന്ന ചരട്, ഈ ചരട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഈ കയർ എത്ര ആംഗിൾ തിരിഞ്ഞു? ഇത്രയും ഡിഗ്രി തിരിഞ്ഞു അല്ലേ? അപ്പോൾ ഈ ആംഗിൾ എത്ര? അതിനെയാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പ്ലെയിൻ ആംഗിൾ തന്നെയാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ചില സാഹചര്യങ്ങളിൽ അത് സോളിഡ് ആംഗിളും ആവാം. എനിവേ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നതിന് യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ യൂണിറ്റ് റേഡിയൻ ആണ്. ഓക്കെ. അപ്പോൾ റേഡിയൻ എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട്, പക്ഷേ അതിന് അല്ലെങ്കിൽ ഡിഗ്രി യൂസ് ചെയ്യാൻ യൂണിറ്റ് ആയിട്ട്. എനിവേ അതിന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഡയമെൻഷൻ ഇല്ല, യൂണിറ്റ് ഉള്ളതിന് എക്സാമ്പിൾ പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഡയമെൻഷനും ഇല്ല, യൂണിറ്റും ഇല്ലാത്തതിന് എക്സാമ്പിൾ സ്ട്രെയിനും റിലേറ്റീവ് ഡെൻസിറ്റി. ഓക്കെ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കാർഡായിട്ട് കൊടുത്തിരിക്കാം. ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.